ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും നല്ല ഒരു പ്രഭാത വന്ദനത്തെ നേരുന്നു. ഇന്നത്തെ പ്രഭാത ഡിവോഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളതായ ഭാഗം, ദൈവം നമ്മോട് കൂടെ. ആധാരവാക്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്നതായ വേദവാക്യം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. ഇവിടെ നമ്മോടിങ്ങനെ പറയുന്നതാണ്, നമ്മളുടെ ത്യാഗ മനോഭാവത്തെക്കുറിച്ച്. നമുക്ക് ഒരു നല്ല കാര്യം ദൈവം ചെയ്തു തരണമെങ്കിൽ അത് ദൈവത്തോട് മുട്ടിപ്പായി ചോദിക്കുമ്പോൾ ദൈവം നമുക്ക് ചെയ്തു തരും. ഇവിടെ തിരുവചനം ഇങ്ങനെ നമ്മോട് പറയുന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നമ്മോടിങ്ങനെ പറയുന്നു, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ അവസാനത്തോടടുത്തിരിക്കുന്നതായ ഈ ഒരു സാഹചര്യത്തിൽ വൻ ശോധനകളും പ്രതിസന്ധി ഘട്ടങ്ങളും ഒക്കെയും ഉണ്ടാകുമെങ്കിലും അതൊക്കെയും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം സഹിക്കുവാനുള്ളതായ ശക്തിയും ദൈവം അതിന് തക്കതായ ഒരു പ്രതിഫലത്തെയും നൽകുമെന്ന് തിരുവചനത്തിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ ദൈവം നമ്മോട് പറയുന്നത്, നാം അല്ല യുദ്ധം ചെയ്യുന്നത്, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. നമ്മുടെ ശത്രു എന്ന് പറയുന്നത്, ശത്രു എന്ന സാത്താൻ നമ്മേക്കാൾ ശക്തനാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. അതിനാൽ ശത്രുവിനോടൊപ്പം എതിർത്ത് നിൽക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് സദാസമയം നമ്മോടൊപ്പമുണ്ട് എന്ന് ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ നമ്മോട് ഇങ്ങനെ പറയുന്നു, മിണ്ടാതെ ഇരിപ്പീൻ എന്ന് പറഞ്ഞാൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പദ്ധതി നമ്മളിൽ വെളിപ്പെടുന്നതിന് വേണ്ടിയാണ്. ഇവിടെ സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം നമ്മോടിങ്ങനെ പറയുന്നു, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്യണമെന്ന്, എന്നെങ്ങനെ കാര്യാദികൾ ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല എങ്കിൽ അത് ദൈവത്തോട് ചോദിക്കുക, ദൈവം തക്കതായ ഉത്തരം നൽകുമെന്ന് ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവം കാലാകാലങ്ങളായി പ്രവാചകന്മാരിലൂടെയും എഴുത്തുകാരന്മാരിൽ കൂടെയും അപ്പോസ്തലന്മാരിൽ കൂടെയും ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ദൈവം ഒരു മനുഷ്യന് ഒരുക്കിയിരിക്കുന്നതിനെ കുറിച്ച് ഒരു കണ്ണ് കണ്ടിട്ടുമില്ല, ഒരു ചെവി കേട്ടിട്ടുമില്ല. ഇവിടെ ദൈവത്തിന്റെ വാക്കുകൾ നമ്മോട് ഇങ്ങനെ പറയുന്നു, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോടൊപ്പം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകുമെന്ന ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മളുടെ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ നമ്മുടെ ഒരു പ്രശ്നം ദൈവത്തിന്റെ മേൽ ഫലമേൽപ്പിക്കുക, ദൈവം തക്കതായ ഉത്തരത്തെ കണ്ടെത്താൻ സാധിക്കും. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത് 2 തീമോഥെയോസ് 3-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം നമ്മോട് ഇങ്ങനെ പറയുന്നു, എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിനോട് അടുത്തിരിക്കുന്നതായ ഈ ഒരു സാഹചര്യത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിനോട് അടുക്കുന്നതായ സമയത്ത് കൊടിയ പീഡനത്തെക്കുറിച്ചും കൊടിയ ദാരിദ്ര്യത്തെക്കുറിച്ചും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ ദൈവം നമ്മോട് പറയുന്നത്, മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. ആകയാൽ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇങ്ങനെ പറയുന്നു, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ നാം പ്രാർത്ഥനയോടെ ജീവിക്കുക. കർത്താവായ യേശുക്രിസ്തു തന്റെ അവസാനത്തോടടുത്തിരിക്കുന്നതായ സമയത്ത് തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുകയുണ്ടായി, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആകയാൽ നാമും ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടുന്നത്, പരീക്ഷണങ്ങളും പരീക്ഷകന് മുൻപിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷകന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് ബലപ്പെടുത്തട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പൊന്നു ദൈവമേ, പൊന്നുനാമത്തിനെ നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവിടുന്ന് അടിയങ്ങളെ ബലപ്പെടുത്തണമേ. ദൈവമേ, പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെയും പരീക്ഷണങ്ങളും പരീക്ഷകനും അടിയങ്ങളോട് മുൻപിലും പുറകിലുമുണ്ടെങ്കിലും അങ്ങ് അവിടുന്ന് അടിയങ്ങളെ കാത്തു പരിപാലിക്കണമേ. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. 23